അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അടിത്തറ പാകാം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബൂഹിബ അഷ്റഫി പയ്യോളി. ഈ കാര്യത്തിൽ പലരും എന്തെങ്കിലും പറയുമ്പോഴേക്കും സമൂഹത്തിൽ ചിതറത ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ഭയപ്പാടും കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ ചിതറതക്കോ വിഭാഗീയത വളർത്താനോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, നമ്മുടെ താല്പര്യമേ അല്ല. പക്ഷെ ചരിത്രം അറിയുന്നതിന് പകരം ചരിത്രത്തെ വികലമാക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം അറിയണമെന്ന താല്പര്യം സ്വാഭാവികമായി കൊണ്ടുമുണ്ടാവും. പുതിയ തലമുറയുടെ മുമ്പിൽ ചില തെറ്റായ മെസ്സേജുകൾ ഈ ഇടയായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1989 കാലഘട്ടത്തിൽ ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകളെ സംഘടനാപരമായ ചില നടപടിയുടെ കാരണമായിക്കൊണ്ട് സമസ്ത മുഷാവറ ചില തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇന്നുവരെ സമസ്തയുടെ ഉലമാക്കളിൽ നിന്ന് പഠിച്ചത് കേട്ടതും നമ്മളൊക്കെയുള്ള കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞതും അത് അനിവാര്യമായ നടപടിയാണ്. അതിന് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാൻ പോലും സാധ്യമല്ല. പിളർപ്പ് ദൗർഭാഗ്യകരമാണ്, ഭിന്നത ദൗർഭാഗ്യകരമാണ്, സംഗതി ശരിയാണ്. പക്ഷെ ഇതൊരു ഭിന്നതയോ പിളർപ്പോ ആയിട്ടല്ല സമസ്തയുടെ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചത്. ഇതൊരു അനിവാര്യമായ ഒരു നടപടിയുടെ ഭാഗമാണ്. അതിന് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആളുകൾക്ക് അവരുടെ ന്യായം ഉണ്ടാവും. നമ്മളതിനെ ഖണ്ഡിക്കലല്ല നമ്മുടെ ഉദ്ദേശം. അവർക്ക് ന്യായമുണ്ടാവും. ഞങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അച്ചടക്ക നടപടിക്ക് വിധേയരായതല്ല, ഞങ്ങളെ പുറത്താക്കിയതല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോന്നവരാണ്. അവരും ഭിന്നിച്ചു എന്നല്ല പറയുക, അവർ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു, നിലപാടിൽ യോജിക്കാതെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ന്യായമാണ്, അത് അവരുടെ ഭാഗമാണ്, അവർ ന്യായീകരിക്കുമെന്ന് പറയും. അതിനുകൊണ്ട് അവർ വ്യതിചലിക്കാനും തയ്യാറായിട്ടില്ല. അവരും അതിനെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത് ദൗർഭാഗ്യകരമെന്നല്ല, അനിവാര്യമായ ഇറങ്ങിപ്പോരലാണ് അവർ പറയുന്നത്. അപ്പൊ അത് അവരുടെ ന്യായമാണ്.
ഇതാണ് വസ്തുതകളുള്ളത്. പക്ഷേ ഇന്ന് ഇതേ സംബന്ധിച്ചു ചില തെറ്റിദ്ധാരണകൾ വരുന്നത്, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു വാർദ്ധക്യ സഹജമായ ബലഹീനത എന്ന് പറയുന്നില്ല, സങ്കടം, ഇനിയെങ്കിലും ഭിന്നിച്ചു പോകരുത്, ഒന്നിച്ചു നിൽക്കണമെന്ന താല്പര്യം, നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഒന്നിച്ചു നിൽക്കണമെന്ന ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഭിന്നത, ഞങ്ങളെ തമ്മിൽ അകറ്റിയത്, എന്നെയും മഹാനായ ശംസുലമയെ കുറിച്ച് പറഞ്ഞു അബൂബക്കർ മുസ്ലിയാരെയും അകറ്റിയത് ബാഹ്യശക്തിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചില പരാമർശമുണ്ടായി. അത് അദ്ദേഹത്തിന്റെ ന്യായമായിരിക്കാം, അദ്ദേഹത്തിന്റെ തോന്നലായിരിക്കാം. അതിന് അദ്ദേഹത്തിന്റെ അണികൾക്ക് അതിന്റെ വിശദീകരണം അവർ കൊടുത്തോളൂ, നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ ആത്യന്തികമായി തന്നെ പറയുന്നു, ഐക്യത്തിനും സൗഹൃദത്തിനും അല്പം പോലും, അതിന്റെ മസലത്ത് ചർച്ചയ്ക്ക് അല്പം പോലും പോറലേൽപ്പിക്കാതെ ചരിത്രം നമുക്ക് പറയാൻ സാധിക്കണം. ഇവിടെ ഇങ്ങനെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മിൽ തന്നെ ചില ഭാഗത്ത് ഉയർന്നു വരുന്ന ഒരു ആശയം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു വിതുമ്പൽ നടത്തി, കണ്ണീരൊഴുക്കി കരഞ്ഞു പറഞ്ഞു, അകന്നു പോയത് ആണ്, അല്ലെങ്കിൽ അകറ്റിയതാണ്, ബാഹ്യശക്തികളാണ് അകറ്റിയത്. എന്നാൽ ആ അകറ്റി അല്ലെങ്കിൽ ആ അകന്നുപോയി എന്നതിനെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ന്യായമുണ്ട്. അന്ന് അകലരുതായിരുന്നു, അന്ന് അകന്നത് അല്ലെങ്കിൽ അന്നത്തെ തീരുമാനം വിധേയികൾക്ക് കടന്നു വരാൻ വഴിയൊരുക്കി എന്ന വിധത്തിൽ നമ്മിൽ ചിലർ അതിനെ വിശദീകരിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ അത് ചരിത്രത്തെ വക്രീകരിക്കലാണ്. അങ്ങനെ വിധേയികൾക്ക് അവരുടെ സംഘടനാപരമായി വളരാനുള്ള ഒരു അവസരം കൊടുക്കുന്ന വിധത്തിലായിപ്പോയി ശംസുലമി കണ്ണീർ ഉസ്താദ് എടുത്ത തീരുമാനം എന്നാണ് അതിന്റെ അർത്ഥം. ശംസുലമക്ക് കണ്ണീർ ഉസ്താദിനും ദീർഘദൃഷ്ടിയില്ല, അവർ ചെയ്തത് അബദ്ധമായി പോയി, അങ്ങനെയാണല്ലോ അതിന്റെ അർത്ഥം. അതാർക്കും മനസ്സിലാക്കാത്തത്? അകന്നത് ശരിയായില്ല, അന്നത്തെ തീരുമാനമെടുത്തത് ബാഹ്യശക്തികൾക്ക്, കറുത്ത കരങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് എന്ന് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ നിലപാട് പലതും മാറും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്തയുടെ അനുയായികളും നേതാക്കളും പ്രഭാഷകരും സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി നിൽക്കുന്ന ആളുകൾ ആ വർത്തമാനം പറഞ്ഞാൽ ശംസുലമ്മക്ക് തെറ്റുപറ്റി, കണ്ണീത്തുസ്ഥാന് തെറ്റുപറ്റി എന്നു തന്നെയാണ് അതിന്റെ അർത്ഥം. അത് അംഗീകരിക്കാൻ സുന്നിയായ സമസ്തക്കാരന് തൽക്കാലം മനസ്സില്ല എന്നേ നമ്മൾ പറയുന്നു. മറ്റേ കാന്തപുരം ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഐക്യം അത് ഉടൻ തന്നെ സാധ്യമാകണം, ഈ പിളർപ്പിന് പിന്നിൽ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പ്രസ്താവന എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, സ്വാഗതം ചെയ്യുന്നുണ്ട്? അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്, അതല്ലേ ഞാനും പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം, നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതിന്റെ പിളർപ്പിന്റെ കാരണക്കാരാരാന്നുള്ളത് അത് അവരും ആവാം, നവീന പ്രസ്ഥാനക്കാരും അല്ലാത്തവരും ഒക്കെ ആവാം, ആരും ആവാം. ആര് അവരെന്ന് പറഞ്ഞാല്, അവരെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, അതിന് പലരും അതിന്റെ പിന്നിലുണ്ടാവാം, അത്രേ പറഞ്ഞു. അത് ഈ കാന്തപുരം അതിന്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലോ, അപ്പൊ അയാൾക്ക് കുറച്ചുകൂടി അറിയും. അപ്പൊ അയാൾ പറഞ്ഞത് ഐക്യത്തിന് വേണ്ടിയുള്ള നടപടി ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, കൂടുതലായി ശ്രമിക്കാം. ഒരു തടസ്സമില്ല. താങ്കൾ മനസ്സിലാക്കുന്ന എന്താണ് ഇങ്ങനെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യം എന്താണ്? അല്ല, അങ്ങനെ ഇപ്പൊ പല എന്തൊക്കെ പറഞ്ഞാലും ഒരു സംഘടനാപരമായി എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയുകയും തീർക്കുകയും ചെയ്യാം. അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് മറക്കുകയും ചെയ്യാം പറഞ്ഞിടത്തോളം. പക്ഷെ ശംസുലമയും കണ്യത്തുസ്താദും എടുത്തൊരു തീരുമാനം, ആ തീരുമാനം ബാഹ്യശക്തിക്ക് വിധേയമായിട്ടാണ്, അത് മുജാഹിദിന് വളരാൻ ഇടയാക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ സമസ്തക്കാരന് കഴിയില്ല. അത് നമ്മൾ ചെറുക്കും. അപ്പൊ അന്ന് പലർക്കും അതിന്റെ എതിർപ്പുണ്ട്. ഇതിനാണ് ഈ ആദർശം പറഞ്ഞു നടക്കണമെന്ന് ചോദിച്ചാൽ, അപ്പൊ ആദർശം ഒന്നും പറയണ്ടെന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പോ സമസ്തയുടെ ജമിയത്തുൽ ഉലമ തന്നെ അതിന്റെ
വിദ്യാർത്ഥി സംഘടനയായ SKSF ആദർശം പറയാം എൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ പലരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറയ്ക്ക് കത്തെഴുതി. അതൊക്കെ നിർത്തിയൊക്കെയല്ലേ നല്ലത്. അപ്പൊ നമ്മൾ തന്നെ ആദർശം പറയാം, ആദർശം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ആദർശം പറയണം. പക്ഷെ ആരെങ്കിലും വ്യക്തിപരമായ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ അതൊന്നും വേണ്ട. അപ്പൊ ആദർശം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ പറയുന്നത് അന്നെടുത്ത തീരുമാനം സുചിന്തിതമാണ്, ദീർഘദൃഷ്ടിയോടെയുള്ളതാണ്. അതിന്റെ ബർക്കത്തും അതിന്റെ ഐശ്വര്യവും സംഘടനക്ക് കിട്ടിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ അമീൻ അമ്പലക്കടവ് ഒരു ദിവസം ഒരു പതിപ്പിൽ കന്യദുസ്താൻ അനുസ്മരണ പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ശംസുലമയും കന്യദുസ്താൻ എടുത്ത തീരുമാനം ഏറ്റവും സുചിന്തിതമായിരുന്നു. അത് സംഘടനക്ക് വലിയ മുതൽക്കൂട്ടായി. സംഘടന വളർന്നു, സമസ്ത വളർന്നു, ആശയം വികസിച്ചു, സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തി എന്നാണ്. അതാണ് നമ്മുടെ നിലപാട്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് സ്വന്തം നിലപാട് കൊണ്ട് വ്യതിചലിച്ചു പോകൽ തന്നെയാണ്. അപ്പൊ നമ്മൾ അന്നും ഇന്നും പറയുന്നത് കന്യത്തുസ്താനും എടുത്ത് വെറുതെ തീരുമാനമല്ല, അനിവാര്യമാണ് തീരുമാനം. ആ തീരുമാനം കൊണ്ട് മുജാഹിദിനെയും ജമാഅത്തിനെയും തടഞ്ഞു നിർത്തി. ഉദാഹരണമായി പറഞ്ഞാല്, ഞാൻ വിശദമായി പറയല, സംസാരം വളരെ ശക്തമായി ഇത് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായി കൊണ്ട് ഒന്ന് വ്യാജമൊഴി കൊണ്ടുവന്നു. ആ വ്യാജമൊഴി നമ്മൾ അതിനെ നിഷേധിച്ചു. അത് വ്യാജമാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ മുടിയാവണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സനദ് വേണം. നമ്മൾ വളരെ യാത്ര വരെ, വിമോചന യാത്ര വരെ അത് വിശദീകരിക്കാൻ നമ്മൾ നടത്തി. ശരി, ശംസുലമി കന്യത്തുസ്താദും ഇങ്ങനെ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ, ഒരു തീരുമാനം എടുത്തില്ല, ഒന്നിച്ചു നിൽക്കുക എന്നതാണ് ഇവർ പറയുന്ന വാദങ്ങളെ മുഴുവനും മൗനാനുവാദം കൊടുത്തു ഒരു അത് പുറത്താക്കലോ നടപടിയോ അകൽച്ചയൊന്നുമില്ലാതെയാണ് പോകുന്നതെങ്കിൽ അവരിന്ന് നമ്മുടെ കൂടെയായിരുന്നു. അവർ കൊണ്ടുവന്ന മുടി മൊത്തം സുന്നികൾ ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു. മൊത്തം സുന്നികൾ അതിന്റെ വിശദീകരണം കൊടുക്കേണ്ടി വരുമായിരുന്നു. അതാവട്ടെ മുജാഹിദിന് വളരാൻ അതിശീഘ്രം സാധിക്കും. ഇവിടെ അല്ലാഹുവിന്റെ ദീൻ അട്ടിമറിക്കാൻ പാടില്ല. ഞാനവിടെ തൂണൂരിൽ വെച്ച് എന്റെ തന്നെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു. കുറ്റ്യാടിയിലുള്ള ഒരു ക്ലിപ്പ് മുമ്പ് പ്രസംഗിച്ചപ്പോൾ, ഷാറു ബാറക്ക് സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ ഞാൻ കേൾപ്പിച്ച വിഷയം എന്തായിരുന്നു? അത് അപ്പുറത്തെ സമസ്തയുടെ വലിയ നേതാവായി ജാഥ നയിക്കുന്ന ആള് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദുകളുടെ സുവനീറിൽ അദ്ദേഹവും അവരുടെ നേതാക്കളും കൂടെയിരിക്കുന്ന ചിത്രം, സമ്മേളനത്തിന്റെ സുവനീറിൽ ചിത്രം, അവരുടെ നേതാക്കന്മാർ മേടിച്ചു നിർത്തിയിട്ട് ഇയാളും കൂടെയിരിക്കുന്ന ചിത്രം സമ്മേളന സുവനീറിൽ. അത് ഞാൻ എടുത്തു പറഞ്ഞു. അത് എടുത്തു പറഞ്ഞതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? ഞങ്ങൾ ആരെങ്കിലും സുന്നികളല്ലാത്തവരുടെ പരിപാടികളിൽ പങ്കെടുത്തതായി തെളിയിച്ചു തന്നാൽ ഈ സമസ്തയുടെ കൊടി ഞങ്ങൾ അപ്പം നിലത്തുവെച്ചോളാൻ, നിലത്തുവെക്കാൻ അനുവദിക്കൂല, ഞങ്ങളെ കയ്യിലേക്ക് കൈമാറണം. അത് സമസ്തയുടെ കൊടിയാണ്. അത് നിലത്തുവെക്കലിന് മുമ്പേയുള്ള പരിപാടിയാണ്. അത് നിങ്ങൾ വിടൂലെന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. സമസ്തയുടെ കൊടി നിങ്ങൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വന്നത് അത് അൽഹംദുലില്ലാ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും സുന്നിയല്ലാത്തവരുടെ പരിപാടി പോയി പങ്കെടുത്തതിന് തെളിവ് തന്നാൽ കൊടി ഞങ്ങൾ നിലത്ത് വെച്ചോളാന്നാ പറഞ്ഞു. അപ്പോ അൽഹംദുലില്ലാ ഒരു ചന്ദ്രിക കൈകിട്ടി. ഞാനിപ്പോ ദുബൈയിൽ നിന്ന് വരികയാണ്, പുറത്തു പോയിട്ടില്ല, വരുന്ന വരുത്താണ്. അപ്പൊ ഇപ്പൊ വന്നപ്പോ കോഴിക്കോട് നിന്ന് കിട്ടിയ 2013 ഒക്ടോബർ 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രിക. ഈ ചന്ദ്രികയിൽ ചിത്രത്തോടുകൂടി ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയ ആഘോഷമായ ഈദുൽ ഗദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്. ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ ഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികളെ പറഞ്ഞേക്കുക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല, ഞങ്ങളെ സമസ്തക്കും ഇല്ല. മഹാനായ വടക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറല്ലാഹു മർക്കദഹു സ്ഥാപിച്ച സമസ്ത, പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു സ്ഥാപിച്ച സമസ്ത, അവരൊക്കെ ധരിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി
സുന്നിയുടെ പ്രതിനിധി എന്ന നിലക്ക് ഷിയാ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞയച്ചതായി ചരിത്രം ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൊടി ഞങ്ങൾ നിരത്തി വെച്ചോളാം. നിരത്തി വെക്കണ്ട, അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ട കൊടിയാണ്. അത് പിന്നെ ഞാനാണ് നിരത്തി വെക്കുന്നത്. നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല. ഇതാണ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളതും. അല്ലാഹു തആല നിങ്ങളെയും നന്നാക്കട്ടെ. സഹോദരന്മാരെ, സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായി ഇത് തെറ്റായ രീതിയാണ്. ബഹുമാനപ്പെട്ട സമസ്ത അതിനെതിരാണല്ലോ. അതുകൊണ്ട് സുന്നികൾ അതിനെതിരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അല്ല അത് എന്ന് കൃത്യമായി അവർക്ക് ബോധ്യമായി, ജനങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ സുന്നിസം സംരക്ഷിക്കപ്പെട്ടു. മറ്റൊന്നാണ് കുവൈത്ത് കരാറ്. കുവൈത്ത് കരാറിൽ ഒപ്പിട്ടതോടുകൂടി കുവൈത്ത് കരാർ കൊണ്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യം സുന്നി ആശയത്തിനെതിരാണ്. നമ്മൾ അങ്ങനെയാ പറഞ്ഞത്, ശരിക്കതാണ്. പക്ഷെ സുന്നി ആശയത്തിന് വിരുദ്ധമായി കുവൈത്ത് കരാറിൽ ഒപ്പിട്ടത് കൊണ്ട് അത് സമസ്തയുടെ സെക്രട്ടറി ഒപ്പിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ സമസ്ത അതിന് വിധേയമായി എന്ന് പറയേണ്ടി വരും. അന്നെടുത്ത തീരുമാനം പിൽക്കാലഘട്ടങ്ങളിൽ ഹൈറായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതാണ്. ബാഹ്യശക്തിയുടെ ഒരു ഇടപെടലുമല്ല, ശംസുല്ലമയുടെ ഇടപെടലാണ്, കണ്യത്തുസാദിന്റെ ഇടപെടലാണ്, മശായിഖന്മാരുടെ ഇടപെടലാണ്, മഹാന്മാരായ ആരിഫീങ്ങളുടെ ഇടപെടലാണ്. ആ ഇടപെടൽ ബാഹ്യശക്തി എന്ന് പറയുന്നത് സമസ്തക്ക് വിരുദ്ധമായ മറ്റേതോ ശക്തിയാണെങ്കിൽ നമുക്കത് എതിർക്കണം. അല്ല, സമസ്തക്ക് വിധേയമായ ബാഹ്യശക്തിയാണെങ്കിൽ, കാണാൻ കഴിയാത്ത മറ്റൊരു ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരിഫീങ്ങളാണെങ്കിൽ, ഔലിയാക്കന്മാരാണെങ്കിൽ അത് ശരിയാണ്, എടുത്ത തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് ചിലർ എന്ന് പറയുന്നത്, ബാഹ്യശക്തി എന്ന് പറയുന്നത്, കറുത്ത കരം എന്ന് പറയുന്നത് ആരാണെന്ന് പറയാത്ത കാലത്തോളം ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ആമുഖം ഇത്രയും പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ഇടപെടാം. അടക്കം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുവൈത്തിലെ സംവാദം, നിങ്ങൾക്കറിയോ കുവൈത്ത് കരാർ? നിങ്ങൾക്കറിയോ കുവൈത്ത് കരാർ? കുവൈത്ത് കരാർ പ്രബോധനം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം അന്നില്ല, അന്ന് ബോധനമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. ആ ബോധനത്തിൽ വന്നൊരു പദപ്രയോഗമുണ്ട്. എന്തൊക്കെയായിരുന്നാലും കാന്തപുരം മുസ്ലിയാർ തന്റെ ആശയം സ്വതസിദ്ധമായ ശൈലിയിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നു. ആരാ പറയുന്നത്? പ്രബോധനത്തിന്റെ ബോധനം. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം എന്റെ കയ്യിൽ അതിന്റെ രേഖയുണ്ട്. എന്തൊക്കെയായിരുന്നാലും കാന്തപുരം മുസ്ലിയാർ തന്റെ ആശയം സ്വതസിദ്ധമായ ശൈലിയിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നു. പ്രഖ്യാപിക്കുക മാത്രമല്ല, നാലാലൊരു മദ്ഹബ് അനുസരിച്ച് മാത്രമേ മുസ്ലിം ലോകം ജീവിക്കാവൂ എന്ന അഹ്ലുസുന്നയുടെ അഖീദയെ നാദിർ നൂരിയെ കൊണ്ടും കാത്തിബ് അബ്ദുസ്സമദ് അടക്കമുള്ള ബിദ്അത്തിന്റെ നേതാക്കളെ കൊണ്ടും ഒപ്പിടിക്കുവാൻ ആ ശത്രുക്കളുടെ കോട്ടയിൽ വെച്ച് കാന്തപുരത്തിന് കഴിഞ്ഞു എന്നതാണ് കുവൈത്ത് കരാറിന്റെ പ്രാധാന്യം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.